അയ്യോ വണക്കം. ഇന്നലെ വരെ അമിത്ഷാ എന്തുകൊണ്ട് പാർലമെൻറ്റിൽ വരുന്നില്ല? അമിത്ഷാ പാർലമെൻറ്റിൽ വരണം. ഞങ്ങളുടെ ഒരു ചോദ്യം ഫേസ് ചെയ്യാനുള്ള ധൈര്യം ഞങ്ങളുടെ ഒരു ചോദ്യം ഫേസ് ചെയ്യാനുള്ള ധൈര്യം അമിത്ഷായ്ക്കില്ല. അതുകൊണ്ടാണ് അമിത്ഷാ പാർലമെൻറ്റിൽ വരാത്തത്. പാർലമെൻറ്റിൽ അമിത്ഷാ വന്നു കഴിഞ്ഞാൽ അമിത്ഷായെ നമ്മളെ കടിച്ച് കൊതറും എന്നൊക്കെയാണ് ലുട്ടാപ്പി റഹീമും ബ്രിട്ടാസും എല്ലാം അവിടെ കിടന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയിൽ ബ്രിട്ടാസ് തള്ളക്കി വിളി കേട്ടു. കഴിഞ്ഞ ദിവസം നിർമ്മല സീതാരാമൻ ബ്രിട്ടാസിനെ എടുത്ത് വലിച്ചു കീറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. കഴിഞ്ഞ ദിവസം തള്ളക്കി വിളി കേട്ടപ്പോൾ ബ്രിട്ടാസിന് ഒരു കുരു ഇല്ലായിരുന്നു. ബ്രിട്ടാസ് വിച്ചമ്മ എന്ന് പറഞ്ഞപ്പോൾ യുവർ അമ്മ എന്ന തൊട്ടടുത്തിരിക്കുന്ന ആൾ തന്നെയാണ് ബ്രിട്ടാസിൻ്റെ തള്ളക്കി വിളിച്ചത്. പക്ഷേ നിർമ്മല സീതാരാമൻ ലുങ്കിവാല എന്ന് പറഞ്ഞത് ബ്രിട്ടാസ് ഒന്ന് വലിയ വിഷയമാക്കിയിട്ട് സഭയ്ക്കകത്ത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. എന്തായാലും തള്ളക്കി വിളിയും കേട്ടു ഇത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ കേൾക്കുമ്പം മലയാളികളെ നാണം കെടുത്തരുത് എന്ന് മാത്രമേ ലുട്ടാപ്പിയോടും ബ്രിട്ടാസിനോടും പറയാനായിട്ടുള്ളൂ. എന്ത് തന്നെയായിരുന്നാലും തൊട്ടപ്പുറത്ത് ബ്രിട്ടാസും ലുട്ടാപ്പിയൊക്കെ ഇങ്ങനെ രാജ്യസഭയിൽ കിടന്ന് പട്ടി ഷോ കാണിക്കുമ്പോൾ അപ്പുറത്ത് നമ്മുടെ രാഹുൽജിയും പ്രിയങ്കാജിയും അപ്പുറത്ത് കിടന്ന് വലിയ രീതിയിൽ ഷോ ഓഫ് നടത്തുന്നുണ്ടായിരുന്നു. ഇവർ ചർച്ച ചെയ്യണമെന്ന് പറയും. 11 മണിക്ക് സഭ തുടങ്ങിയാൽ 11:01 നടുത്തളത്തിൽ യവന്മാർ ഇറങ്ങി നിൽക്കും. അവിടെ ഒരു പാ വിരിച്ചു കൊടുക്കണം. കാരണം യവന്മാർക്ക് അവിടെ ഇരിക്കാൻ ഒരു താല്പര്യമില്ല. നടുത്തളത്തിൽ ഇറങ്ങി യവന്മാർ ഇങ്ങോട്ടോട്ടം ചാട്ടം പോണ ബേളം തന്നെ. അങ്ങനെയാണ് യവന്മാരുടെ പരിപാടി എന്ന് പറയുന്നത്. ഒരു കാര്യം യവന്മാർക്ക് ചർച്ച ചെയ്യാൻ താല്പര്യമില്ല. എന്തെങ്കിലും ചർച്ച ചെയ്യാനായിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞാൽ യവന്മാർ അവിടെ കിടന്ന് കൂകി വിളിയും ബഹളവും മാത്രമാണ് അതിനകത്ത് നടക്കുന്നത്. അതിനുശേഷം ഒരു സൈക്കിൾ എടുത്തുകൊണ്ട് യവന്മാർ പാർലമെൻറ്റിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് കണാഗുണ എന്ന് എന്തെങ്കിലുമൊക്കെ പറയും, എന്നിട്ട് ഇറങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇതാണ് നിലവിലത്തെ പാർലമെൻറ്റിലെ പ്രതിപക്ഷത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. FCRA നിയമം ഉണ്ടല്ലോ, FCRA നിയമം എന്ന് വരും. അതായത് FCRA നിയമം ഉണ്ട്. ആ നിയമത്തിൻ്റെ അമെൻമെൻറ്റ് ബില്ലാണ് ഇപ്പോൾ കൊണ്ടുവരാൻ പോകുന്നത്. ഈ അമെൻമെൻറ്റ് ബില്ലെന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, നമ്മുടെ രാജ്യം ഇതുവരെ പാസ്സാക്കിയതിൽ വെച്ച് ഏറ്റവും വലിയൊരു സാധനമാണ് ഇപ്പോൾ വരാനായിട്ട് പോകുന്നതെന്ന് ഞാൻ പറയും. കാരണം ഈ ബില്ല് അല്ലെങ്കിൽ ഈ അമെൻമെൻറ്റ് ബില്ല് വന്നു കഴിഞ്ഞാൽ ഇനി ഇവിടെ ഒരു CJPയും ഒരു കലാപവും ഒരു ഫണ്ടും ഒന്നും വരില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഈ FCRA നിയമം വരുന്നെന്ന് കേട്ട ഉടനെ തന്നെ വെള്ള നൈറ്റി ടീമൊക്കെ കൂടെ ചാടി ഇറങ്ങി അതിനാരൊക്കെ പിന്തുണ പ്രഖ്യാപിക്കുന്നില്ലയോ അവരെയൊക്കെ മാലയിട്ട് സ്വീകരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ DMKയുടെ സ്റ്റാലിൻ പറഞ്ഞു അതിന് പിന്തുണ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ ഉടനെ തന്നെ സ്റ്റാലിൻ്റെ അടുത്ത് വന്ന് ഇവന്മാരെല്ലാം പോണ പോക്കില്ല ഷോയും സ്റ്റാലിന് മാലയിടുന്നു, ഉമ്മ കൊടുക്കുന്നു, കയ്യുമുത്തുന്നു, കാലിമുത്തുന്നു, ഒരു രക്ഷയില്ല. അമ്മാതിരി ഷോ ആയിരുന്നു ഇവന്മാർ അവിടെ കിടന്ന് കാണിച്ചുകൊണ്ടിരുന്നത്. ഈ FCRA നിയമം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിനകത്തൊരു നിയമം വരുന്നു. അങ്ങനെ ആ രാജ്യത്തിനകത്തൊരു നിയമം വരുമ്പോൾ അമിത്ഷാ അത് അവതരിപ്പിക്കാൻ പോവുകയാണ്. അമിത്ഷായ്ക്ക് ഞാനൊരു കാര്യം പറയട്ടെ. അതായത് ഈ സാധനം ഒരു അമെൻമെൻറ്റ് ബില്ലാണ്. ഇപ്പോൾ ഈ ബില്ല്, അതായത് ഉള്ള ബില്ലിൽ ഈ ഭേദഗതി നടത്തി വീണ്ടും കൊണ്ടുവന്ന് പാസ്സാക്കുന്ന ഒരു സംഭവമാണ്. അത് പാസ്സാക്കാനുള്ള ഭൂരിപക്ഷവും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ അവിടെ ഇരിക്കുന്ന BJPക്കാർക്കുണ്ട്. അമിത്ഷായ്ക്ക് നൈസായിട്ട് വന്ന് അത് പാസ്സായി എന്ന് പറഞ്ഞ് പോകാനായിട്ട് ഒരു ബുദ്ധിമുട്ടും അമിത്ഷായ്ക്ക് ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അമിത്ഷാ അങ്ങനെ ചെയ്യുകയും ചെയ്യും. പക്ഷെ അങ്ങനെ ചെയ്താൽ പറ്റില്ല. നിന്നെയൊക്കെ അവിടെ ഇരുത്തി നീയൊക്കെ അപ്പുറത്തിരുന്ന് ചർച്ച ചെയ്ത് നീയൊക്കെ അത് പാസ്സാക്കണം. അങ്ങനെ ചർച്ച ചെയ്ത് പാസ്സാക്കാനായിട്ട് വരുമ്പോൾ ഇവന്മാർ ചർച്ചയ്ക്ക് ഇരിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ഈ FCRA ബില്ല് എന്തിനുള്ളതാണ്? അതായത് വിദേശത്ത് നിന്നും നമ്മുടെ നാട്ടിലേക്ക് ഒരു ഫണ്ട് വരുന്നുണ്ട്. ഈ ഫണ്ട് എന്തിനാണ് വരുന്നത്? അമേരിക്കയിൽ നിന്നോ ആഫ്രിക്കയിൽ നിന്നോ UK നിന്നോ ഇന്ത്യയിലേക്ക് ഫണ്ട് വരുന്നു. ഈ ഫണ്ട് ഇവിടെ സ്വീകരിക്കുന്നത് ആരാണ്? NGO, ചാരിറ്റി സംഘടന, അങ്ങനെ കുറേ കൊണാണ്ടർമാർ ഇവിടെ ഉണ്ട്. യവന്മാരാണ് ഈ ഫണ്ട് സ്വീകരിക്കുന്നത്. ഈ ഫണ്ട് യവന്മാർ വരുന്നു സ്വീകരിക്കുന്നു. ഈ സ്വീകരിക്കുന്ന ഫണ്ട് നിങ്ങൾ എന്തിനു ഉപയോഗിക്കുന്നു? അത് ഞങ്ങളത് പറയില്ല. ഞങ്ങൾക്കത് പറയേണ്ട ആവശ്യമില്ല. ശരി, എത്ര രൂപ വന്നു അത് ഞങ്ങൾ പറയില്ല. ഞങ്ങളത് പറയേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ കയറി ഇതൊക്കെയാണ് യവന്മാരുടെ പരിപാടി എന്ന് പറയുന്നത്. ഒരു രാജ്യത്ത് ഒരു ഫണ്ട് വരുന്നു. ആ ഫണ്ട് വരുമ്പോൾ ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടി ചോദിക്കുകയാണ് എന്തിനാടാ ഈ ഫണ്ട്, അല്ല നിനക്ക് എന്തിനാണ് ഈ ഫണ്ട് എന്ന് ചോദിക്കുമ്പം യവന്മാർ അത് ഭയങ്കരമായിട്ട് യവന്മാർ എന്താണ് അവിടെ ഭയങ്കര ഒരു ഗിൽട്ട് ഫീലാണ് അവർക്ക്. ഞങ്ങൾ പറയില്ല ഈ ഫണ്ട് എന്തിനാണ് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് പോകുന്നത്. ഇടി കുടിക്കേണ്ട കേസല്ലേ ഇതൊക്കെ? നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു അവസ്ഥയാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ. ഈ ഫണ്ട് നാളെ അവന്മാർക്ക് കലാപം നടത്താനായിട്ട് ഉപയോഗിക്കാം. ഈ ഫണ്ട് നാളെ അവന്മാർക്ക് രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാനായിട്ട് ഉപയോഗിക്കാം. എന്തിനാണടാ നിനക്കൊക്കെ ഫണ്ട്? ബ്ലഡി ഫൂൾസ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ബ്ലഡി റാസ്കൽസിന് ഈ ഫണ്ട് വരുമ്പോൾ ആ ഫണ്ട് എന്തിനു വന്നു, ഏതിന് വന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഈ നാട്ടിൽ ഉയരും. നീയൊക്കെ ഫണ്ട് എങ്ങനെ തിന്നുന്നു, എന്തിനുപയോഗിക്കുന്നു എന്ന് ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക് പറയണം, ഇവിടെയുള്ള സർക്കാരിന് പറയണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നീയൊക്കെ നാട്ടിൽ താമസിച്ചാൽ മതി. ഇല്ലെങ്കിൽ ഇന്ന് ഇറങ്ങിക്കോണം നിൻ്റെയൊക്കെ മറ്റിടത്തോട്ട് എന്ന് മാത്രമേ നിന്നോടൊക്കെ പറയാനുള്ളൂ ബേസിക്കലി. അതുകൊണ്ട് നീയൊക്കെ അവിടെ ഇരിക്കണം. നിന്നെയൊക്കെ പിടിച്ച് ചർച്ച ചെയ്യിപ്പിച്ച് ഈ ബില്ല് നിന്നെയൊക്കെ കൊണ്ട് തന്നെ പാസ്സാക്കി. ഇത് ഞാൻ ഇത്രയും രോഷാകുലനായിട്ട് പറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്
ട്രംപ് അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് റഷ്യയുടെ എണ്ണ നരേന്ദ്രമോദി മേടിച്ചാൽ 100% താരിഫ് എന്ന് പറയുമ്പോൾ അയ്യോ ട്രംപ് ഭീഷണിപ്പെടുത്തുന്നു മോദിയെ ട്രംപ് ഭീഷണിപ്പെടുത്തുന്നത് കൊണ്ട് മോദി മിണ്ടാതിരിക്കുന്നു എന്ന് പറയുന്ന ഇതേ അലവലാദികൾ ഈ FCRA നിയമത്തിൽ അമേരിക്ക ഇന്ത്യയെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അറിഞ്ഞായിരുന്നോ? അമേരിക്കയുടെ റൈലി മൂർ, അമേരിക്കയുടെ JD വാൻസ്, അമേരിക്കയുടെ മാർക്കോ റുബിയോ ഇവന്മാരെല്ലാം പറഞ്ഞിരിക്കുന്നത് ഈ നിയമം നീയൊക്കെ പാസ്സാക്കി കഴിഞ്ഞാൽ അമേരിക്കയുമായിട്ടുള്ള ഉഭയകക്ഷി ബന്ധം തന്നെ വലിയ രീതിയിൽ തകരാറിലാവുമെന്നാണ്. UK ഇന്ത്യയെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തുമ്പോൾ നീയൊക്കെ ഇവിടെ ഇരിക്കുന്ന ഈ ഷൂ നക്കികളായിട്ടുള്ള, അതായത് ലെഫ്റ്റ് ലിബറൽസിൻ്റെ ഷൂ നക്കികളായിട്ടുള്ള നീയൊക്കെ പറയേണ്ടത് എന്താണ്? അമേരിക്കയെ ഭീഷണിപ്പെടുത്തുന്നു, മോദി അത് പാസ്സാക്കാതിരിക്കുമോ? അപ്പോൾ അത് മോദി പാസ്സാക്കണമെന്നല്ലേ നീയൊക്കെ പറയേണ്ടത്? അമേരിക്കയെ ഭീഷണിപ്പെടുത്തി നമ്മളത് പാസ്സാക്കും. അമേരിക്ക എന്തിനാണ് നമ്മളെ ഭീഷണിപ്പെടുത്തുന്നത്? ആ ചോദ്യം നീയൊക്കെ ആരെങ്കിലും ചോദിച്ചോ? റൈലി മൂർ എന്താണ് പറയുന്നത്? ഇത് ക്രിസ്ത്യാനികൾക്ക് നേരെയുള്ള കടന്നുകയറ്റമാണ്. ക്രിസ്ത്യാനികൾക്ക് ഇവിടെ എന്താ കൊമ്പുണ്ടോ? അല്ല, എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ട് ചോദിക്കുക. ഇവിടെ ഹിന്ദുക്കൾക്ക് എന്താ കൊമ്പുണ്ടോ? ഇവിടെ മുസ്ലിങ്ങൾക്ക് കൊമ്പുണ്ടോ? ഈ രാജ്യത്ത് നിൽക്കുമ്പോൾ, ഭരണഘടനയുടെ കീഴിൽ നിൽക്കുമ്പോൾ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനികളും ഒന്നുമില്ല. എല്ലാവരും ടാക്സ് അടയ്ക്കണം, എല്ലാവരും GST അടയ്ക്കണം. നിനക്കൊക്കെ വരവിൽ കവിഞ്ഞ ചിലവുണ്ടെങ്കിൽ കാണിക്കണം, ചിലവിൽ കവിഞ്ഞ വരവുണ്ടെങ്കിലും കാണിക്കണം. ഇനി നീയൊക്കെ ഒന്നും ചെയ്യാതെ നിൻ്റെ കയ്യിലൊക്കെ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ട്, നീയൊക്കെ അണ്ടർവെയറിനകത്ത് അമുക്കിയിട്ടുണ്ടെങ്കിൽ അതും കാണിക്കണം. അങ്ങനത്തെ രീതിയിലേക്ക് ഈ രാജ്യം മാറി. അപ്പം നിനക്കൊക്കെ പൊള്ളുന്നു. നിനക്ക് പറയാൻ വയ്യ നീ എന്തിനാണ് എനിക്ക് ഈ ഫണ്ട് വന്നതെന്ന്. അതേസമയം നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും കലാപമോ മറ്റെവിടെയെങ്കിലും എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫണ്ടിങ്ങിൻ്റെ സെറ്റപ്പ് അന്വേഷിച്ച് പോകുമ്പോഴാണ് രാജ്യത്ത് അവിടെ നിന്ന് ഫണ്ട് വന്നിട്ടുണ്ട്, ഇവിടെ നിന്ന് ഫണ്ട് വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ അഭിജിത്ത് ദീപ്കയെ പോലെയുള്ള ബ്ലഡി റാസ്കൽസ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അത് അമിത്ഷായുടെ പിടിപ്പുകേടാണെന്ന്. ഇനി അമിത്ഷായുടെ പിടിപ്പുകേടില്ല. FCRA അടക്കമുള്ള നിയമങ്ങൾ എന്താണ് ഇവിടെ കൊണ്ടുവരും. അത് അമെൻമെൻറ്റ് ബില്ലിൽ അത് പാസ്സാക്കിയിരിക്കും. അത് പാസ്സാക്കാനായിട്ട് നീയൊക്കെ അവിടെ ചർച്ചയ്ക്ക് ഇരിക്കണം. നീയൊക്കെ ഇരിക്കൂല, നീയൊക്കെ ഓടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നിനക്കൊക്കെ ഓരോരുത്തന്മാർക്കും ഓരോ NGO ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് നീയൊക്കെ ഓടുന്നത്. രാഹുൽ ഗാന്ധിക്കുണ്ട്. കോൺഗ്രസ് പാർട്ടിയുടെ NGOയുടെ കണക്കെടുത്താൽ തന്നെ കണ്ണിൽ വെള്ളം വരും. അത്ര വലിയ NGO സെറ്റപ്പാണ് ഈ കോൺഗ്രസ് പാർട്ടിക്കൊക്കെ ഉള്ളത്. രാജീവ് ഗാന്ധിയുടെ പേരിൽ, ഇന്ദിരാഗാന്ധിയുടെ പേരിൽ, യവൻ്റെയൊക്കെ അച്ഛൻ്റെ അമ്മേൻ്റെ എല്ലാം പേരിൽ അവന്മാർ NGO ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇവന്മാർ FCRA നിയമം കൊണ്ടുവരുമ്പോൾ പാർലമെൻറ്റ് ഇരിക്കില്ല. ഒരു മിനിറ്റ് പോലും ഇവന്മാർക്ക് സംസാരിക്കാൻ പറ്റില്ല. ഇന്നലെ വരെ അമിത്ഷാ വരണമെന്ന് പറഞ്ഞ ഇവന്മാർ ഇന്ന് അമിത്ഷാ ആരടാ അവിടെ, ഞാൻ അങ്ങോട്ട് വരുന്നടാന്ന് പറഞ്ഞപ്പോൾ ഇവന്മാർ പറയുന്നത് എന്താ അറിയോ? ഞങ്ങൾക്ക് അമിത്ഷായുടെ പ്രസംഗം കേൾക്കണ്ടാന്ന്. ഇന്നലെ വരെ നീ പറഞ്ഞ അമിത്ഷാ വരണം, അമിത്ഷാ വന്നിട്ട് ഈ പ്രസംഗം കേൾക്കണം എന്നൊക്കെയല്ലേ നീയൊക്കെ പറഞ്ഞത്? ഇന്ന് നിനക്ക് കേൾക്കണ്ടേ ഞങ്ങൾക്ക് അമിത്ഷായുടെ പ്രസംഗം കേൾക്കണം എന്ന് പറഞ്ഞ് ഇറങ്ങി ഓടിക്കളഞ്ഞു. ലിറ്ററലി ഇറങ്ങി ഓടിക്കളഞ്ഞവന്മാർ. എന്നിട്ട് പാർലമെൻറ്റിൻ്റെ വെളിയിൽ വന്നിട്ട് ജോൺ ബ്രിട്ടാസ് പ്രതിഷേധിക്കുന്നത്, എന്നെ ലുങ്കിവാല എന്ന് വിളിച്ചു അയ്യോ എന്ന് പറഞ്ഞ് പ്രതിഷേധിക്കുന്നത്. നാണം ഉണ്ടാടാ നിനക്ക്? എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട്. നാണമല്ല, മാനം ഉണ്ടാണ്. മതം തിന്ന് ജീവിക്കുന്ന മതജീവികൾ. എന്നിട്ട് യവന്മാർ നമ്മളെ നോക്കി വിളിക്കുന്ന അന്ധഭക്തന്മാരെന്ന്. ബ്ലഡി ഫൂൾസ്. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പെന്ന് പറയുന്നത്. അമിത്ഷാ പറഞ്ഞു ഞാൻ വരുന്നുണ്ട്, ഞാനിവിടെ പാർലമെൻറ്റിൽ തന്നെ ഉണ്ട്, ഒരിടത്തും പോയിട്ടില്ല. നിൻ്റെയൊക്കെ ബഹളം കാരണമാണ് ഞാൻ അങ്ങോട്ട് വരാത്തത്. എൻ്റെ കാലടികൾ അവിടെ പതിയുന്ന ആ സമയത്ത് നീയൊക്കെ അവിടെ ഉണ്ടാവണം. ഞാൻ മറുപടി പറയുന്ന കേൾക്കാനല്ലേ നീയൊക്കെ ഇരിക്കുന്നത്. അപ്പം ഉണ്ടാവണം. അപ്പോൾ പറയുന്നു ഞങ്ങൾക്ക് കേൾക്കട്ടെ, ഞങ്ങൾക്ക് അമിത്ഷായുടെ പ്രസംഗം കേൾക്കട്ടെ എന്നാണ് അവന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അമിത്ഷാ ചെയ്യുന്ന കാര്യം എന്താ പറയുക? വളരെ കിടിലൊരു മൂവാണ് അമിത്ഷാ ചെയ്തിരിക്കുന്നത്. അമിത്ഷാ ഇത് JPCക്ക് വിട്ടു. JPCക്ക് വിട്ടപ്പോൾ ഇവന്മാരെന്താ പറയുന്നത്? അയ്യോ JPCക്ക് വിടല്ലേ, JPCക്ക് വിട എന്നാണ് പറഞ്ഞു. എന്താണ് ഈ JPC എന്ന് പറഞ്ഞാൽ ജോയിൻറ്റ് പാർലമെൻറ്റ് കമ്മിറ്റി. ഇതാണ് JPC എന്ന് പറയുന്നത്. ഈ JPCക്ക് ഒരു ബില്ല് വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജോയിൻറ്റ് പാർലമെൻറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത് അത് പെർമനൻ്റ് ആയിട്ടുള്ളൊരു കാര്യമില്ല, ടെമ്പററി ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിനകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ഓരോ ആൾക്കാർ, ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ 1 നേഷൻ 1 ഇലക്ഷൻ എന്ന് പറയുന്ന ആ ഒരു സംഭവം കൊണ്ട് വരാനായിട്ട് JPCക്ക് വിട്ടപ്പോൾ ആ JPC രൂപീകരിച്ചു, ജോയിൻറ്റ് പാർലമെൻറ്റ് കമ്മിറ്റി രൂപീകരിച്ചു. ആ ജോയിൻറ്റ് പാർലമെൻറ്റ് കമ്മിറ്റിക്കകത്ത് 31 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. എല്ലാ പാർട്ടികളിലും പ്രതിനിധികൾ അതിനകത്തുണ്ടാകും. ഈ 31 പേരും അവിടെ ഇരുന്ന് ഇത് ചർച്ച ചെയ്യും. ഇത് ചർച്ച ചെയ്തിട്ട് ഇതിനകത്തുള്ള പോരായ്മകൾ കൃത്യമായിട്ടും കാര്യകാരണ സഹിതം എന്ത് ചെയ്യും, വിലയിരുത്തും എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ഈ JPC ഒരു ബില്ല് JPCയിൽ കൊണ്ടുവരുമ്പോൾ ബില്ലിലെ ഓരോ വ്യവസ്ഥയും അതിനകത്ത് പരിശോധിക്കും. മന്ത്രാലയങ്ങളോടും ഉദ്യോഗസ്ഥരോടും വിശദീകരണം തേടും. വിദഗ്ധരുടെ ബന്ധപ്പെട്ട സംഘടനകളുടെയും അഭിപ്രായം കേൾക്കും. ആവശ്യമായ രേഖകൾ ആവശ്യപ്പെടും. അവസാനം റിപ്പോർട്ട് ശുപാർശ പാർലമെൻറ്റ് കമ്മിറ്റിക്ക് സമർപ്പിക്കും. ഇതാണ് ചെയ്യുന്നത്. ഇവന്മാർ എല്ലാത്തിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഏകാധിപത്യമാണ്. ബില്ല് സംസാരിക്കാതെ, ചോദിക്കാതെ, ചർച്ച ചെയ്യാതെ പാസ്സാക്കുന്നത്. ചർച്ച ചെയ്യുമ്പോൾ പറയൂ ഞങ്ങൾക്ക് കേൾക്കണ്ട, ഞങ്ങൾക്ക് ചർച്ച ചെയ്യണ്ട, പ്രസംഗം കേൾക്കണ്ട എന്ന് പറഞ്ഞ് ഓടും. അതേസമയം പിന്നെ JPCക്ക് കൊടുക്കാമെന്ന് പറയോ, JPCക്ക് കൊടുക്കല്ലേ എന്ന് പറഞ്ഞ് ഇവന്മാർ നിലവിളിക്കും. ഇതാണ് ഇവന്മാരുടെ കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ JPCക്ക് കൊടുത്തു.
ഈ JPC 1 നേഷൻ 1 ഇലക്ഷൻ വന്നപ്പോൾ ആ JPCയിൽ 31 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അവിടെ ചർച്ച ചെയ്യും. ഇനി JPCക്ക് എന്തിനാണ് ഇത് കൊടുക്കുന്നത് എന്നുള്ളൊരു കാര്യം അറിയാമോ? JPCക്ക് വിടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഇത് പാസ്സാവും. ഈ ബില്ല് പാസ്സാകുമല്ലോ. ഈ ബില്ല് പാസ്സാകുമ്പോൾ ഇപ്പം നമ്മുടെ നാട്ടിൽ കാണുന്ന വലിയൊരു സംഭവമാണ്. നേരെ ഓടി സുപ്രീം കോടതിയിലോട്ട് പോവുക. കുറ്റിയും പറിച്ച് മുണ്ടും തുണിയില്ലാതെ ഓടി സുപ്രീം കോടതി പോകും. സുപ്രീം കോടതി പോയാൽ സുപ്രീം കോടതി പറയും JPCയിൽ ഇത് ചർച്ച ചെയ്തതല്ലേടേ, പിന്നെ എന്തിനടെ ഇങ്ങോട്ട് വരണത്, എടുത്തോണ്ട് പോടാ എന്ന് സുപ്രീം കോടതി പറയും. ഇനി ഒരു രക്ഷയില്ല നിനക്കൊക്കെ, ഇത് പാസ്സാക്കിയിരിക്കും എന്ന് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. എന്ത് തന്നെയായിരുന്നാലും വഖഫ് അമെൻമെൻറ്റ് ആക്റ്റിലടക്കം JPC അതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റാതെ പോയത്. ജനാധിപത്യമല്ലേ, ചർച്ച ചെയ്യണ്ടേ, വാ ചർച്ച ചെയ്യാം, വാ നമുക്ക് ചർച്ച ചെയ്യാം, വാ ചർച്ച ചെയ്യണ്ട. അതേസമയം നാട്ടുകാരെ കണ്ടി പൊടിയിടാനായിട്ട് പാർലമെൻറ്റിനകത്ത് അമിത്ഷായും മോദി ഇല്ലാത്ത സമയത്ത് കയറിയെന്ന് പറയും, എവിടെ അമിത്ഷാ, എവിടെ മോദി എന്നിട്ട് പുറത്തിറങ്ങി സോഷ്യൽ മീഡിയയിൽ പറയും, ഹലോ ഗായ്സ്, ഞങ്ങൾ അമിത്ഷായ്ക്കും മോദിക്കും നേരെ ഗർജിച്ചു ഗായ്സ് എന്ന് പറയുന്ന യവന്മാരെയൊക്കെ എന്ത് ചെയ്യണം എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവും. അമിത്ഷാ അവിടെ ചേംബറിൽ തന്നെ ഉണ്ട്. ആ ചേംബറിലുള്ള അമിത്ഷായുടെ വാ തുറന്നപ്പോൾ ഇവന്മാർ ഇറങ്ങി ഓടിക്കണം. ലിറ്ററലി അതാണെന്ന് രാജ്യത്ത് സംഭവിച്ചത്. ഈ FCRA നിയമം ഇവിടെ വരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ട്രംപിൻ്റെ മരുമോൻ ഇപ്പോൾ കേരളത്തിലാണ്. FCRA നിയമം വരാൻ പോവുകയാണ്. ട്രംപിൻ്റെ മരുമോൻ കേരളത്തിലാണ്. അവനെ പൊന്നാടയിട്ട് സ്വീകരിച്ച് എഴുന്നള്ളിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് ട്രംപിൻ്റെ മരുമോൻ എന്ന് പറയുന്ന വ്യക്തിയെ. ഈ കേരളം എന്ന് പറഞ്ഞാൽ ഇത് ആരുടെ മണ്ണാണ്? നമ്മുടെ മദനി പറയുന്ന ആരുടെ മണ്ണാണ്? അയത്തുള്ള അലി ഖമേനിയെ പ്രകീർത്തിക്കുന്ന, ഹമാസിനെ പ്രകീർത്തിക്കുന്നവരുടെ മണ്ണാണ്. ആ ഹമാസിനെ അടിച്ചു ചുരുട്ടാൻ ഇസ്രായേൽ ഗാസയിൽ നരനായാട്ട് നടത്താനായിട്ട് എല്ലാവിധ സഹായവും കൊടുത്ത അമേരിക്കയുടെ പ്രസിഡൻ്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ മോനെയാണാണ് നീയൊക്കെ എടുത്ത് തൂക്കിക്കൊണ്ട് നടക്കുന്നത്. അതാണ് നീയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നിനക്കൊക്കെ എത്ര ഡാഡിമാരാണ് എന്ന് ചോദിക്കുന്നതിൽ എനിക്ക് യാതൊരു വിധ മനസ്താപോലും. എൻ്റെ പൊന്നുമക്കളെ FCRA പറ്റി വന്നിരിക്കും. അപ്പോൾ ശരി.